തിരുവനന്തപുരത്തിന്റെ കിഴക്കൻ മലയോര ഗ്രാമമായ കാട്ടാക്കടയിൽ നിറയെ വികസനത്തിന്റെ വഴികളാണ് കിഫ്ബി ഒരുക്കിയത്. വികസനത്തിൽ പിന്നോക്കാവസ്ഥയിലായിരുന്ന ഈ പ്രദേശത്തിന്റെ മുഖച്ഛായയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുള്ള പദ്ധതികൾ മൂലം മാറിയിരിക്കുന്നത്. 236.50 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കാട്ടാക്കട മണ്ഡലത്തിൽ കിഫ്ബി മുഖേന നടപ്പാക്കിയത്. മഴ പെയ്താൽ കെടുതികൾ രൂക്ഷമായ ഭൂതകാലമുണ്ടായിരുന്ന മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഗതാഗത പ്രശ്നമായിരുന്നു. ആവശ്യത്തിന് റോഡില്ലായ്മയും ഉള്ള റോഡുകൾ ഗതാഗത യോഗ്യമല്ലാത്തതും മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർക്ക് IB സതീഷ് MLA യുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പദ്ധതികൾ വലിയ ശാപമോക്ഷമാണ് നൽകിയത്. 1704.80 കോടി രൂപയാണ് റോഡ് വികസനത്തിന് മാത്രം മണ്ഡലത്തിൽ ചെലവാക്കിയത്. വികസനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് കരുതിയെടുത്തു നിന്നാണ് കിഫ്ബി ഒരു ഊർജ സ്രോതസ്സായി മാറിയത്. കാട്ടാക്കട മണ്ഡലത്തിൽ കിഫ്ബി നൽകിയ സംഭാവന മാത്രം പരിശോധിച്ചാൽ എത്രയെങ്കിലും പതിറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിക്കേണ്ട വികസന കുതിപ്പാണ് ഞങ്ങളുടെ മണ്ഡലത്തിലുണ്ടായത്. 234.77 കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാട്ടാക്കടയിൽ കിഫ്ബി വഴി സാധ്യമായ വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചത്. കാട്ടാക്കട മണ്ഡലത്തിൻ്റെ അതിർത്തിയായ പ്രാവച്ചമ്പലം മുതൽ അടുത്ത അതിർത്തിയായ കോടിനട വരെയുള്ള ദൂരം അത് 112 കോടി രൂപയാണ്. മറ്റു റോഡുകൾക്കായി 64.13 കോടി രൂപ. മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് കിടക്കുന്നതാണ് എന്നാണ് വൈപ്പെങ്കിലും നഗരത്തിന്റെ വികസനം പലപ്പോഴും ഗ്രാമങ്ങളിലേക്ക് എത്താറില്ലായിരുന്നു. അതിനാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മാറ്റം വന്നത്. കരമന കളിയിക്കാവിള റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള പ്രാവച്ചമ്പലം കൊടിനട റോഡ് നവീകരണത്തിന് മാത്രമായി 112 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. കിള്ളി, മണലി, മേച്ചിറ, പനയംകോട്, മലപ്പനംകോട് EMS അക്കാദമി റോഡുകൾക്ക് 16.24 കോടിയും മാറ്റിവെച്ചു. പൊട്ടൻകാവ്, നെല്ലിക്കാട്, ചിനിവിള, ഈനാമ്പാറ, തൂങ്ങാമ്പാറ, തെരഴിക്കുഴി, മുണ്ടുകോണം റോഡിന് 18.74 കോടിയും ചൊവ്വള്ളൂർ മൈലാടി റോഡ്, നെടുംകുഴി, പത്തുംപൂറ മൈലാടി റോഡ്, CIT കോളേജ് റോഡിനായി 27.9 കോടി രൂപ എന്നിവയാണ് മറ്റു റോഡുകൾ. മലയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ ബഹുനില മന്ദിരം പണിയാൻ 23.31 കോടി രൂപയാണ് ചെലവഴിച്ചത്. 2026 ജനുവരി 27 മന്ത്രി വീണ ജോർജ് കാട്ടാക്കടയിലെ സർക്കാർ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ 20.75 കോടി രൂപയാണ് ചെലവഴിച്ചത്. മലയൻകീഴ് മാധവക്കവി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് 9.75 കോടി ചെലവഴിച്ചു. പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മിച്ചു. വിവിധ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് 11 കോടിയാണ് അനുവദിച്ചത്. കാട്ടാക്കട, പാറശാല മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന കുളവിട്ടക്കടവ് പാലത്തിന് 12.35 കോടി. നടുക്കാട് മാർക്കറ്റ് നവീകരണത്തിന് 2.13 കോടി. മലയൻകീഴ് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് 1.30 കോടി. മലയൻകീഴ് സബ് ട്രഷറിക്ക് പുതിയ കെട്ടിടം 1.78 കോടി എന്നിവയാണ് മറ്റ് കിഫ്ബി പദ്ധതികൾ. IB സതീഷ് MLA യുടെ ക്രിയാത്മകമായ ആശയങ്ങളും കിഫ്ബിയുടെ പിന്തുണയും ചേർന്നപ്പോൾ കാട്ടാക്കടയെക്കുറിച്ചുള്ള പഴയ ചിത്രം ആകെപ്പാടെ മാറി. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.